എല്ലാവർക്കും വന്ദനം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കാവലും കൃപയും ഉള്ളതുകൊണ്ടാണ് നിങ്ങളും ഞാനും വളരെ സൗഖ്യത്തോടെ ആയിരിക്കുന്നത്. ജീവിതത്തിൽ വരുന്ന അല്ലറയില്ലറ വിഷയങ്ങൾ മാത്രമല്ല, അനവധി വിഷയങ്ങളുണ്ട്. എന്നാൽ അതിനെ തരണം ചെയ്യാനുള്ള ശേഷി കർത്താവിൻ്റെ മക്കൾക്ക് ദൈവം തന്നിട്ടുണ്ട്. ദൈവം നമുക്കെല്ലാവർക്കും പ്രത്യേക കൃപ തന്നിട്ടുണ്ട്. അതായത് ഓരോ വേദനകളും പുതിയ അധ്യായങ്ങൾ തരുന്നു. ഓരോ അധ്യായങ്ങളും നമ്മെ പുതുതാക്കിക്കൊണ്ടിരിക്കുന്നു. ഓരോ വേദനകളും നമുക്ക് പുതിയ അധ്യായങ്ങൾ തരുന്നു. ഓരോ അധ്യായങ്ങളും നമ്മെ പുതുക്കുകയാണ്. അതുകൊണ്ടാണ് ദാവീദ് 139 സങ്കീർത്തനത്തിൽ പറയുന്നത്, നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി. ഓരോ കഷ്ടങ്ങളിലും നമ്മൾ എന്തൊക്കെയോ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ പുതിയതായിട്ട് പഠിക്കുകയാണ്. അത് എത്രയോ അനുഗ്രഹമാണ്. ആരെ സഹായിക്കണം, ആരെ സഹായിക്കരുത്, എങ്ങനെയുള്ളവർക്ക് കൊടുക്കണം, എങ്ങനെയുള്ളവർക്ക് കൊടുക്കരുത്, ഇതെല്ലാം ദൈവം നമ്മെ പഠിപ്പിക്കും. വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ എം.എ. വർഗീസിൻ്റെ മകൻ ചർച്ചിൽ വന്നപ്പോൾ അദ്ദേഹത്തെ ഞാൻ കൂട്ടിയിട്ട് ചർച്ചിലെ കോമ്പൗണ്ടിൽ ഒരു തെങ്ങ് നിൽപ്പുണ്ട്. തെങ്ങിൻ്റെ കീഴെ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ വണ്ടി ഇവിടെ ഇടരുത്, കാരണം ഞാൻ 30,000 രൂപ മുടക്കിയാണ് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്താണ് ഈ കാര്യം പഠിച്ചത്. ഞാൻ ചോദിച്ചു, തെങ്ങിൻ്റെ ചുവട്ടിൽ കാറിടുന്നത് ഏത് കോഴ്സാണ്, അങ്ങനത്തെ ഒരു കോഴ്സുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ തെങ്ങിൻ ചുവട്ടിൽ, ഞങ്ങളുടെ ചർച്ചിൽ തെങ്ങിൻ ചുവട്ടിൽ കാറിട്ടു, ഒരു ഓലമടൽ വന്ന് വീണു, ഗ്ലാസ് പൊട്ടി, കുറേ ഭാഗം ചളങ്ങി, അങ്ങനെ 30,000 മുടക്കിയാണ് ഞാൻ ഈ കോഴ്സ് പഠിച്ചത്. അത് എൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല. അദ്ദേഹം വളരെ തമാശയോടെ പറഞ്ഞെങ്കിലും അതിനകത്ത് എബ്രഹാം വർഗീസ് പാസ്റ്റർ പറഞ്ഞത് എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ചില കോഴ്സുകൾ പഠിക്കാൻ ഒത്തിരി പൈസ മുടക്കേണ്ടി വരും. ചിലർക്ക് ചില പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. എനിക്കറിയാവുന്ന ഒരു സഹോദരൻ 30,000 രൂപ വേറൊരാൾക്ക് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കരച്ചിൽ കണ്ടു കൊടുത്തതാണ്. എന്നാൽ ആ പൈസ തിരിച്ചു കിട്ടിയില്ല. മാത്രമല്ല, ഇത് വേറൊരാൾക്കാണ്, വേറൊരു കടക്കാരനാണ് ഇത് കൊടുത്തത്. ആ കടക്കാരന് വേണ്ടിയാണ് ഈ പൈസ ഈ സ്നേഹിതൻ കൊടുത്തത്. മറ്റേ ആൾ കൊടുത്തുമില്ല, ഇദ്ദേഹത്തിൻ്റെ ബൈക്ക് അവരെടുത്തുകൊണ്ട് പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇദ്ദേഹം വളരെ വിഷമത്തോടെ വന്ന് നിന്ന് കരയുമ്പോൾ ഞാൻ പറഞ്ഞു, 30,000 മുടക്കി ഒരു കോഴ്സ് പഠിച്ചതാണ്, ഒരു കോഴ്സാണിത്. ഈ പാവപ്പെട്ടവന് ആകെ ഉണ്ടായിരുന്നത് ബൈക്കാണ്, മറ്റേ ആളുടെ സങ്കടം കാരണം കൊടുത്തതാണ്. ഇപ്പം തരാമെന്നും പറഞ്ഞാൽ മേടിച്ചത്. അപ്പോൾ ഒരു കോഴ്സ് പഠിച്ചു. ഇനി ഈ കോഴ്സ് പഠിച്ച് പാസ്സായതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ഇനി ആരെങ്കിലും വന്ന് ഒരു 30,000 40,000 1 ലക്ഷമോ ചോദിച്ചാൽ ഇദ്ദേഹം ആ കോഴ്സ് പഠിച്ച് പാസ്സായതുകൊണ്ട് ഇനി ഒരിക്കലും ആ പദ്ധതിയിൽ പോയി ചാടില്ല. അപ്പോൾ ഓരോ വേദനകളും പുതിയ അധ്യായങ്ങൾ തരുന്നു. ഓരോ അധ്യായങ്ങളും നമ്മെ പുതുതാക്കുന്നു. ഞാൻ ലക്ഷങ്ങൾ മുടക്കിയതുപോലെ കോഴ്സുകൾ പഠിച്ചിട്ടുണ്ട്. ഒത്തിരി ചതി എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഓരോന്ന് ജീവിതത്തിൽ വരുന്നത് നന്മയാണ്. ജീസസ് എവരിഡേ ശ്രദ്ധിക്കുമ്പോൾ പ്രാരംഭമായിട്ട് ഇതുപോലെയുള്ള ചിന്തകൾ ഞാൻ പറയുന്ന ഭാഗത്തു നിന്ന് അല്ലാതെ പറയുന്നത് ഒത്തിരി പേർക്ക് അതൊരു ദൂതാണ്, പ്രയോജനമാണ്. ഇത് നിങ്ങൾ മറ്റുള്ളവരോട് പറയണം. ചില കോഴ്സുകളാണിത്. ജീവിതത്തിൽ വരുന്ന ഓരോ ചതികളും നമ്മൾ പോയി പെട്ടത് ഓരോ കോഴ്സായിട്ട് കൂട്ടിയാൽ മതി. നല്ല ഒരു കോഴ്സ്, സർട്ടിഫിക്കറ്റും കിട്ടി. ഇനി നമ്മൾ ആ അബദ്ധത്തിൽ ചാടില്ല. മാത്രമല്ല, ഇതുപോലെ ജീവിതത്തിൻ്റെ അവസാനം വരെ പല കോഴ്സുകളുണ്ടാകും. നമ്മൾ മനുഷ്യരായതുകൊണ്ട്, അതുകൊണ്ട് പിശാച് കൊണ്ടുവരുന്ന പലതിലും പോയി ചാടാതിരിക്കാൻ, കർത്താവ് അനുവദിക്കുന്നതല്ലാത്തതിൽ നിന്ന് പുറത്തു വരാൻ കർത്താവിൽ ആശ്രയിക്കണം, പറ്റിയിരിക്കണം. ദൈവശബ്ദം കേട്ട് മുന്നോട്ട് പോയാൽ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്തതിൽ നമ്മൾ പോയി ചാടുകയുമില്ല. പിന്നെ ചാടിയെങ്കിൽ അതൊരു എക്സ്പീരിയൻസ് ആണെന്ന് മാത്രം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം.
എൻ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. എൻ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നും എന്നും സ്തുതി നിനക്കേ. മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നും എന്നും സ്തുതി നിനക്കേ. ആരാധന അങ്ങേക്കേ, 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 ആരാധന അങ്ങേക്കേ. എൻ ബലഹീന നേരങ്ങളിൽ നിൻ കൃപ എന്നിൽ തന്നല്ലോ നീ. എൻ ബലഹീന നേരങ്ങളിൽ നിൻ കൃപ എന്നിൽ തന്നല്ലോ നീ. യേശുനാഥ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. യേശുനാഥ നീ എൻ ബലമായതാ, ഞാനൊട്ടും ഭയപ്പെടില്ല. ആരാധന അങ്ങേക്കേ, ആരാധന അങ്ങേക്കേ, ആരാധന അങ്ങേക്കേ, ആരാധന അങ്ങേക്കേ. യേശുവേ ആരാധന അങ്ങേക്കേ, ആരാധന അങ്ങേക്കേ, ആരാധന അങ്ങേക്കേ, ആരാധന അങ്ങേക്കേ. നിൻ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. നിൻ ചിറകുകളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനും നീ എന്നും തുണയായവനും, സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായവനും, സ്തുതിക്കു യോഗ്യനും നീ. ആരാധന അങ്ങേക്കേ, 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 ആരാധന അങ്ങേക്കേ. എൻ ജീവൻ എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിടുമേ. എന്നിൽ ജീവനുള്ള നാളുകളെല്ലാം അങ്ങേ സ്തുതിച്ചു പാടിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. നാഥാ നീ ചെയ്ത നന്മകളെ എന്നാളും സ്തുതിച്ചിടുമേ. ആരാധന ആരാധന അങ്ങേക്കേ, ആരാധന അങ്ങേക്കേ, ആരാധന അങ്ങേക്കേ, ആരാധന അങ്ങേക്കേ, ആരാധന അങ്ങേക്കേ, ആരാധന അങ്ങേക്കേ, ആരാധന
അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം കഴിഞ്ഞു. 5-ാമത്തെ അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ അവിടെയും ബർന്നബാസിനെ പോലെ നിലം വിറ്റ ഒരു കുടുംബത്തെ കാണാം. എന്നാൽ അനന്യാസ് എന്ന് പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീരയോടുകൂടെ ഒരു നിലം വിറ്റു. ബർന്നബാസ് നിലം വിറ്റുന്നേ ഉള്ളൂ. അവിടെ ഞാനും എൻ്റെ ഭാര്യയും കൂടിയാണ് നിലം വിറ്റതെന്നൊന്നുമില്ല. ബർന്നബാസിൻ്റെ വീട്ടിൽ ബർന്നബാസിന് ഒരു പുരുഷത്വമുണ്ട്. ബർന്നബാസിൻ്റെ കുടുംബത്തിൽ ഒരു അതോറിറ്റി ഉണ്ട്. ഇദ്ദേഹം നോക്കിയേ, ഭാര്യയോട് ചോദിക്കാതെ ഒന്നും ചെയ്യില്ല. ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും ഭാര്യയോട് ചോദിക്കണം. ഇദ്ദേഹം ഒരുപക്ഷെ നല്ല മനുഷ്യനായിരിക്കും, എന്നാൽ ഭാര്യയുടെ അറിവോടുകൂടെ അല്ലാതെ ഒരു കാര്യവും ചെയ്യിക്കില്ല. അങ്ങോട്ട് പോകണമെങ്കിൽ ഭാര്യ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു? ഒരിക്കലും ഒരാൾ അമേരിക്ക കണ്ടുപിടിച്ച ആളുടെ പേര് ഞാൻ വിട്ടുപോയി. അദ്ദേഹം അമേരിക്ക കണ്ടുപിടിക്കാൻ പോയത് ഒരു തമാശയായിട്ട് ഒരിക്കൽ ഒരു ഭാഗത്ത് വായിച്ചു. അദ്ദേഹം അമേരിക്ക കണ്ടുപിടിക്കാൻ പോകുമ്പോൾ ഭാര്യയോട് രാവിലെ പറഞ്ഞു, ഞാൻ അമേരിക്ക കണ്ടുപിടിക്കാൻ പോകുന്നു. ഭാര്യ, എന്തിനിപ്പോൾ പോകണം? ആരുണ്ട് കൂടെ? എപ്പോൾ വരും? ഞാനും വരട്ടെ. അദ്ദേഹം പറഞ്ഞെന്താ പറയുന്നത്, ഇനി ഞാൻ എങ്ങും പോകുന്നില്ല. അപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അബ്രഹാമിനോട് ഒരേ ഒരു കുഞ്ഞായ നിന്റെ ഇസഹാക്കിനെ തന്നെ നീ എനിക്ക് വേണ്ടി യാഗം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് കുഞ്ഞുമായിട്ട് പോയെന്നാണ്. അവിടെ സാറയോട് പറഞ്ഞാൽ ആ പരിപാടിയെ നടക്കത്തില്ല. ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ള പലരോടും പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയ വെളിപ്പാടോ ദർശനങ്ങളോ ഒന്നും, ആ നിയോഗങ്ങളൊന്നും മനസ്സിലാകില്ല. ഇതാ അനന്യാസ് എന്ന് പേരുള്ള പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോട് കൂടെ ഒരു നിലം വിറ്റു. നമുക്കും ഇതുപോലെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാം. അവരും പരസ്യമായിട്ട് തീരുമാനമൊക്കെ എടുത്തു. എന്നിട്ട് ഭാര്യ പറഞ്ഞു കാണും, അച്ഛാ ആരും അറിയില്ല, നമുക്ക് ഇത്രയും കൊടുത്താൽ മതി, ബാക്കി ഇന്നിന്ന പോലെ ചെയ്യാം. അതായത് നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലത്. നമ്മൾ ഒരു ദിവസം ഉപവസിച്ചില്ല എന്ന് കരുതി ദൈവത്തിന് കുഴപ്പമില്ല. എല്ലാവരും ഉപവസിക്കുമ്പോൾ നമ്മൾ ഉപവസിക്കണമെന്നൊന്നും നിയമമൊന്നുമില്ല. എന്നാൽ അതിനെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ട് ചില കാര്യങ്ങൾ, ഇതുപോലെ പല കാര്യങ്ങളും പ്രഖ്യാപിച്ചിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ഒരുപക്ഷെ ദൈവത്തിന് ഇഷ്ടമല്ലായിരിക്കാം. അപ്പോൾ ഇവർ ദൈവത്തോട് കാണിക്കുന്ന വ്യാജങ്ങളാണ് പിന്നീട് കാണുന്നത്. അങ്ങനെ അനന്യാസ് സഫീറയോടുകൂടി നിലം വിറ്റു. 2-ാം വാക്യം, ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ചു. ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഒരംശം, ദശാംശമല്ല, 5% ഒരംശം കൊണ്ടുവന്നിട്ട് ഞങ്ങളും വിറ്റു എന്ന് പറഞ്ഞ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ. അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഒരംശം. നമ്മൾ ഓർക്കും, ഈ കുടുംബം നല്ല കാര്യമല്ലേ ചെയ്തത്, എന്നിട്ട് എന്തുകൊണ്ടാണ്? അവർ ദൈവസന്നിധിയിൽ കാണിച്ച ഒരു വ്യാജമാണ്. ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങൾ ദൈവത്തിന് തന്നു എന്ന് ഒരു കപടത അവിടെ കൊണ്ടുവരികയാണ്. വസ്തു വിറ്റു, മറ്റുള്ളവർ നോക്കുമ്പോൾ മുഴുവൻ വിറ്റിട്ടുണ്ട്, ഉള്ള ഇന്ന ഭാഗം വിറ്റിട്ടുണ്ട്. എന്നാൽ അതിലെ ഒരംശമേ എടുത്തുള്ളൂ. 99% വിലയിൽ കുറെ എടുത്തു വെച്ചു. 99% അവർ പല വഴിക്ക് മാറ്റി. എന്നിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചു. ഭാര്യ വന്നിട്ടില്ല, ഭർത്താവാണ് വന്നിരിക്കുന്നത്. അന്നത്തെ മീറ്റിംഗ് ഒക്കെ രാവിലെ തുടങ്ങിയാൽ രാത്രി വരെയാണ്, 3 മണിക്കൂറൊന്നുമല്ല. അങ്ങനെ അനന്യാസ് രാവിലെ വന്ന് കാൽക്കലൊക്കെ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൽ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയത്തെ
കൈവശമാക്കിയത് എന്തിന്? നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാൻ സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നല്ലോ, വിറ്റ ശേഷം അത് നിന്റേതാണ്. എന്നാൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിലോ നീ എല്ലാം വിറ്റു എന്ന പേരുണ്ടാക്കി. നീ പരിശുദ്ധാത്മാവിനോടാണ് വ്യാജം കാണിക്കുന്നത്. ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? നീ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടു അനന്യാസ് വീണ് പ്രാണനെ വിട്ടു, മരിച്ചു എന്നർത്ഥം. ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. ബാല്യക്കാരൻ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. വീട്ടുകാരെയോ നാട്ടുകാരെയോ ഭാര്യയോ മക്കളെ അറിയിക്കാതെ ഒരടക്കം ചെയ്യാനുള്ള പ്രാപ്തി പോലും അന്നത്തെ ദൈവസഭയ്ക്കുണ്ടായി. ഏകദേശം 1,00,000-ഓളം പേര് കൂടുന്ന വലിയ കൂടിവരവ്. അതെങ്ങനെ കൂടിയെന്നൊന്നും അറിയില്ല. ഇത്രയും പേര് എങ്ങനെ അക്കോമഡേറ്റ് ചെയ്തെന്ന് അറിയില്ല. പല വീടുകളിലായിരിക്കാം, പല ഷിഫ്റ്റുകളായിരിക്കാം. ചെറുപ്പക്കാർ പോയി അവനെ കുഴിച്ചിട്ടു. അത്രയും അതോറിറ്റി, ആരോടും ചോദിക്കാതെ ഒരാളുടെ ഡെഡ് ബോഡിയെ കുഴിച്ചിടാനുള്ള അധികാരം. ഇന്നാണെങ്കിൽ എന്തെല്ലാം പോലീസ് കേസായിരിക്കും, എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടും. ആ സഭയ്ക്ക് ദൈവം കൊടുത്ത അധികാരം, അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്ന അധികാരത്തെയാണ് ഞാനിവിടെ കാണുന്നത്. 7-ാം വാക്യം. ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്തു വന്നു. ഇന്നാണെങ്കിൽ വാട്സാപ്പ് വഴി, ഫേസ്ബുക്ക് വഴി, യൂട്യൂബ് വഴിയൊക്കെ അറിയാനുള്ള എല്ലാ സൗകര്യവുമുണ്ട്. ആ നല്ലവനായ മനുഷ്യനെ ആ കൊളരാത്തവനായ പാസ്റ്റർ ചതിച്ചു എന്ന് പറഞ്ഞ് വാർത്തകൾ പരത്തുന്ന സംവിധാനം അന്ന് അവിടെ ഇല്ലായിരുന്നു. അന്ന് പരിശുദ്ധാത്മാവിനെ മുഴുവൻ സ്വാധീനവും സ്വാതന്ത്ര്യവും ആ സഭയിൽ ഉണ്ടായിരുന്നു. അപ്പോസ്തലന്മാരുടെ കാലശേഷം ജനങ്ങളെല്ലാം പിന്മാറ്റത്തിൽ പോയി. യോശുവയ്ക്ക് ശേഷം ജനങ്ങളെല്ലാം പിന്മാറ്റത്തിൽ പോയി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, ഞാൻ പോയ ശേഷം ആട്ടിൻ കൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ വരും. കാരണം ഞാനുള്ള കാലത്ത് അതൊന്നും കയറി വരില്ല. ഈ അപ്പോസ്തലന്മാർ സഭയെ കാക്കുന്ന കാവൽക്കാരായിരുന്നു, ഒരു പ്രാർത്ഥന വീരരായിരുന്നു. തങ്ങൾ വിശ്വസിച്ച കർത്താവിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഈ ജനങ്ങളെ അവർ ഭരമേൽപ്പിച്ചിരുന്നു. അത്രയും വിശ്വസ്തരായ ദൈവമനുഷ്യരായിരുന്നവർ. വിശ്വസ്ത മനുഷ്യരുടെ കാലത്ത് ആരും പിന്മാറിപ്പോകില്ല. നമ്മൾ വായിക്കുന്നു, ശമൂവേലിന്റെ കാലത്ത് പിന്നീട് ഒരിക്കലും ഫെലിസ്ത്യർ ആ ദേശത്തേക്ക് യുദ്ധത്തിന് ഇസ്രായേലിലേക്ക് വന്നില്ലെന്ന്. ശമൂവേലിന്റെ കാലത്ത് ദൈവത്തിന്റെ കൈ ശത്രുക്കൾക്ക് വിരോധമായിരുന്നു. മനോഹരമായ വാക്യങ്ങൾ. ശമൂവേലിന്റെ കാലത്ത്, ദാവീദിന്റെ കാലത്ത്, മോശയുടെ കാലത്ത്, യോശുവയുടെ കാലത്ത്, ഏലിയാവിന്റെ കാലത്ത്, ഏലീശയുടെ കാലത്ത്, അപ്പോസ്തലന്മാരുടെ കാലത്ത് ജനങ്ങളെല്ലാം ജീവനുള്ള ദൈവത്തിലേക്ക് ആശ്രയിച്ചു വന്നു. നിന്റെ കാലത്ത് ജനങ്ങൾ സുരക്ഷിതരായിരിക്കും. അധികാരമുള്ള അപ്പോസ്തലന്മാർ, എല്ലാവർക്കും ദൈവഭയമുണ്ടായി. ഇതൊന്നും അറിയാതെ സഫീര അകത്തു വരികയാണ്. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത്? പറക എന്ന് പറഞ്ഞു. അതേ എന്ന്, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. ഇവളിതൊന്നും അറിഞ്ഞില്ല. പത്രോസ് അവളോട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ന് വീട്ടിലിരുന്ന് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ പരിപാടിയല്ലേ? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതുക്കലുണ്ട്. അവരോട് പറഞ്ഞു, മീറ്റിങ്ങിൽ കയറണ്ട, ഒരമ്മാമ്മ വരുന്നുണ്ട്. ഇതൊന്നും അറിയാതെ ഒരുങ്ങി പതുക്കെ മീറ്റിങ്ങിന്റെ പകുതിയാകുമ്പോൾ കയറി വന്ന അമ്മാമ്മ ഭർത്താവിൻ്റെ ഒപ്പം വന്നില്ല. കാരണം ഇതെല്ലാം എടുത്തു വെക്കണ്ടേ, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
ആ യൗവനക്കാരോട് പറഞ്ഞു, കാല് കഴുകണ്ട, മമ്മട്ടിയും കോടാലിയും വെട്ടുകത്തിയും കുഴിക്കാനുള്ള ആയുധങ്ങളൊന്നും കഴുകി വെക്കണ്ട, ഒരാളെ കൂടി കുഴിച്ചിടാനുണ്ട്, വരുന്നേ ഉള്ളൂ. ഒരുങ്ങി വരികയാണ്. ഒരുങ്ങി ലേറ്റായി പോയതാ. സങ്കടമുണ്ട് ഇതൊക്കെ പറയുമ്പോൾ. ഇന്നും ഇത് സഭകളിൽ ഇതുപോലെയുള്ള ദൈവദാസന്മാർ എഴുന്നേറ്റ് വന്നില്ലെങ്കിൽ ദൈവസഭയ്ക്ക് ഭയമില്ലാതെ പോകും. ഇവിടുത്തെ ചിന്താവിഷയം ഭയമാണ്. ദൈവസഭ എന്ന് പറഞ്ഞാൽ ആരും എന്തും ചെയ്യാൻ പറ്റിയ ഒരിടമല്ല. എല്ലാവരും ഭയപ്പെടേണ്ട ഒരു സ്ഥലമാണ് ദൈവസഭ. ദൈവ സ്നേഹമാണ്, കരുണയുള്ളവനാണ്, എന്നാൽ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഞാൻ നിങ്ങളൊക്കെ മരിച്ചു വീഴാത്തത് ദൈവത്തിൻ്റെ ദീർഘക്ഷമയും കരുണയുമാണ്. ഞാൻ പലപ്പോഴും ഭയപ്പെടാറുണ്ട്. എൻ്റെ ദൈവമേ, അതൊക്കെ വെച്ച് നോക്കിയാൽ അനന്യാസ് സഫീർ എന്ത് ചെയ്തു? അവർക്കുള്ള നിലത്തിൻ്റെ കുറച്ച് മാറ്റിവെച്ചു. നമ്മളൊക്കെ ചെയ്തത് വെച്ച് നോക്കിയാൽ ഈ പാവങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ആ കാലത്തുള്ള ദൈവസഭയുടെ ആത്മീക അന്തരീക്ഷത്തിൻ്റെ, ആ ഗ്ലോറിയുടെ, ആ മഹത്വത്തിൻ്റെ തിക്നെസ് അത്രയും വലുതാണ്. അതിനകത്തൊരു മനുഷ്യന് നിൽക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ ആലയത്തിൽ ദൈവത്തിൻ്റെ മേഘം ഇറങ്ങിയപ്പോൾ പുരോഹിതന്മാർക്ക് പോലും അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. സാധാരണക്കാർക്ക് പിന്നെ പറ്റുമോ? എല്ലാവരും പേടിയോടെ ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു 1-ാം നൂറ്റാണ്ടിലെ സഭയുണ്ട്. പേടിക്കണം. ഞാനും നിങ്ങളും പേടിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അയോഗ്യമായി കർത്തൃമേശയിൽ നിങ്ങൾ പങ്കാളികളായാൽ നിങ്ങളിൽ പലരും ബലഹീനരാകും, രോഗികളാകും, ചിലർ നിദ്ര കൊള്ളും. അയോഗ്യമായി കർത്തൃമേശയിൽ പങ്കെടുത്താൽ, 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ ആ ഭാഗമുണ്ട്. അയോഗ്യമായി ദൈവസഭയോട് അടുക്കരുത്. ശക്തി കേന്ദ്രമാണ് ദൈവസഭ. ഭൂമിയെ മാറ്റിമറിക്കുന്ന, കീഴ്മേൽ മറിക്കാൻ കഴിവുള്ള സഭ. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം ജയിക്കില്ല. അതിൻ്റെ അർത്ഥം പാതാള ഗോപുരത്തെ, പിശാചിൻ്റെ സാമ്രാജ്യത്തെ മറിച്ചു കളയാൻ ശേഷിയുള്ളതാണ് ദൈവസഭ. ഈ സഭയിലുള്ളവർ ഭയമുള്ളവരായിരിക്കണം. ഇത് കേൾക്കുന്ന എല്ലാവരും ഭയപ്പെടണം. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്ന ഒന്നും എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വരാതെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് കാണുന്ന ഞാൻ ദീർഘായുസോടെ ഇരുന്ന് ഈ ദൈവവേല ചെയ്യാൻ നിങ്ങൾ എനിക്ക് വേണ്ടി. ഇന്ന് സഭയിൽ പലരും മരിച്ചു വീഴാത്തത്, ഞാനും നിങ്ങളും മരിച്ചു വീഴാത്തത് ദൈവസഭയിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ അളവ് കുറഞ്ഞതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദീർഘക്ഷമ ഈ അന്ത്യകാലത്ത് കൂടിയത് കൊണ്ടായിരിക്കാം. ആർക്കറിയാം? ഏതായാലും വളരെയധികം ഭയപ്പെടണം. ബലഹീനരും രോഗികളും മരിക്കുന്നവരുമായി ദൈവസഭയിൽ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. സഭയിൽ രോഗികൾ വർദ്ധിക്കുക, ബലഹീനർ വർദ്ധിക്കുക. അതിൻ്റെ എല്ലാം കാരണം കർത്തൃമേശ അയോഗ്യമായി പങ്കെടുക്കുന്നു. സഭയിൽ എലക്ഷൻ, അടി, അതെല്ലാം ലോകത്തിൽ യൂട്യൂബ് വഴിയൊക്കെ പ്രചരിച്ച് ജാതികൾ ദൈവനാമത്തെ ദുഷിക്കുന്നു. ഇങ്ങനെയുള്ള അനീതികൾ കൊണ്ട് നിറഞ്ഞ ദൈവസഭകൾ വർദ്ധിക്കുമ്പോൾ നമ്മളൊക്കെ മരിച്ചു വീഴാതിരിക്കുക, നമ്മുടെ വാഗ്ദത്ത നിവൃത്തിയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ നമുക്ക് തമ്മിൽ പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്നെ ഓർക്കണം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് അതാണ് നമ്മുടെ പ്രാർത്ഥന. ഇവളും മരിച്ചു വീണു. ഇത് പറഞ്ഞ ഉടനെ, ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഉടനെ അവൾ അവൻ്റെ കാൽക്കൽ വീണ് പ്രാണന് വിട്ടു. ബാല്യക്കാർ അകത്തു വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി. ഡോക്ടർ വന്ന് ടെസ്റ്റൊന്നും ചെയ്തില്ല, കൊണ്ടുപോയി ഭർത്താവിൻ്റെ അരികെ കുഴിച്ചിട്ടു. അതെങ്കിലും നടന്നല്ലോ, സ്തോത്രം. പൂവും വെച്ച് കാണും. സർവ്വസഭയ്ക്ക് ഇത് കേട്ടവർക്ക് എല്ലാവർക്കും ഭയമുണ്ടായി. നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം കൂട്ടത്തിൽ നടക്കും. കൊടിയ കാറ്റടിക്കണമേ, കൊടിയ കാറ്റടിച്ചാൽ ഇതുണ്ടാകും. വലിയ മുഴക്കവും എല്ലാവരെയും നിറക്കുന്ന അഗ്നി ഇറങ്ങണമേ, തീ പോലെ ഇറങ്ങണമേ
ഇറങ്ങിയാൽ കുഴിവെട്ടേണ്ടി വരും. പരിശുദ്ധാത്മാവ് അതിൻ്റെ നിലയിൽ വരുമ്പോൾ സത്യസന്ധരും പരമാർത്ഥികളും അല്ലാത്തതെല്ലാം തീർന്നു പോകും. അതുകൊണ്ട് ആ തീ കൊണ്ട് ദൈവം ഉത്തരമരണം. എങ്ങനെയാ? മരം, പുല്ല്, വൈക്കോൽ ഇതെല്ലാം ചാമ്പലാകും. പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് ശോഭയുള്ളതായി പുറത്തു വരും. അതാണ് സഭ. അവസാനം വരെ നിൽക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ തിരുവെഴുത്തുകൾ കേട്ട് ഭയപ്പെടാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം. ഞാൻ എന്നെ, എൻ്റെ കുടുംബത്തെ, കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നു. എൻ്റെ കൂടെ ലീഡർഷിപ്പിലുള്ളവരെ ഏൽപ്പിക്കുന്നു. സഭയെ ഏൽപ്പിക്കുന്നു. പ്രൈസ് ജനറേഷൻ ചർച്ചിനെ ഏൽപ്പിക്കുന്നു. രോഗികളും ബലഹീനരും മരിക്കുന്നവരുമായി ഞങ്ങളിൽ ആരും ഉണ്ടാകരുതേ. ഇത് കേൾക്കുന്നവർ ആരും പെട്ടെന്ന് വരുന്ന അനർത്ഥത്തിൽ പെടരുതേ, മരണത്തിൽ പെടരുതേ. വാഗ്ദത്ത നിവർത്തികൾ പ്രാപിക്കത്തക്ക രീതിയിൽ ഞങ്ങൾ വിശുദ്ധരും സത്യസന്ധരും നദനയേലിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കാൻ ഞങ്ങളെ സമർപ്പിക്കും. അങ്ങനെയുള്ള നദനയേലുമാർക്ക് വലിയത് കാണാൻ കഴിയുമെന്ന് യേശു പറഞ്ഞല്ലോ. ഇതിനേക്കാൾ വലിയത് ഞങ്ങൾക്ക് വലിയ നന്മ കാണണം. വലിയ അനർത്ഥങ്ങൾ ഒന്നും കാണണ്ട. ഒരു ചെറിയ അനർത്ഥം പോലും ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളുടെ രക്തം കൊണ്ട് കഴുകണമേ. കർത്തൃമേശയിലൊക്കെ പങ്കെടുക്കാനുള്ള യോഗ്യത ഞങ്ങൾക്ക് നൽകണം. ഒരു സഭയുടെ മെമ്പറായി യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി ഇരിപ്പാൻ ഞങ്ങൾക്ക് യോഗ്യത എന്നും തരണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന വളരെ വിലപ്പെട്ടതാണ്. ഇതെന്നും പ്രാർത്ഥിക്കണം. എനിക്കറിയാവുന്ന പല ദൈവദാസന്മാർ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുമ്പ് കുടുംബമായി കർത്തൃമേശ എടുക്കാറുണ്ട്. വിശുദ്ധരായ ദൈവദാസൻ. ഇന്ന് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കുന്നത് അങ്ങനെയുള്ളവരാണ്. നിഷ്കളങ്കതയോടെ 24 മണിക്കൂറും കർത്താവിനെ കാത്തിരിക്കുന്നവർ. അവരെയാണ് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത്, മോശക്കാരായി ചിത്രീകരിക്കുന്നത്. എന്നാൽ അവരുടെ ഹൃദയങ്ങളെ കർത്താവിനെ അറിയും. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ ഹൃദയം കർത്താവ് തൂക്കി നോക്കിയാൽ മതി. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്ന് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. അത് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 ആരംഭിക്കും. മാത്രമല്ല, അമേരിക്കൻ മീറ്റിങ്ങുകളെ കുറിച്ചുള്ള പോസ്റ്ററുകൾ ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ടൈമിങ്ങും സ്ഥലവും നോക്കി ആ പ്രാർത്ഥനയിൽ ഞങ്ങളൊപ്പം സഹകരിക്കുവാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. മറ്റുള്ളവർ ഓർത്ത് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു.